തൃശൂരിൽ ട്രെക്കിംഗ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. വാഴച്ചാലിൽ വനം വകുപ്പ് സംഘത്തോടൊപ്പം ട്രെക്കിങ്ങിന് പോയവരെയാണ് കാട്ടാന ആക്രമിച്ചത്. സൂരജ് സജ്ജുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് രാവിലെയാണ് ഈ അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ വനംവകുപ്പിന്റെ ട്രക്കിംഗ് സംഘം പുറപ്പെട്ടത്. 7 അംഗ സംഘമായിരുന്നു ഇതിലുണ്ടായിരുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ ഒരു വാച്ചറും അതോടൊപ്പം തന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡും ഉണ്ടായിരുന്നു. ഇവർക്ക് നേരെയാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഇവർ ജീപ്പിന് പോയതിനു ശേഷം, അതായത് ഇപ്പോൾ ഈ കാരാന്തോട് എന്ന് പറയുന്ന മേഖലയിലാണ് ഇവർ ഉള്ളത്. ഈ കാരാന്തോട് നിന്ന് ഈ നടന്ന് വനത്തിനുള്ളിലേക്ക് പോയി ട്രക്കിംഗ് നടത്തുന്നതാണ് അതിൻ്റെ ഒരു രീതി. ഈ കാരാന്തോട് ഭാഗത്ത് നിന്ന് നടന്നു പോകുന്നതിനിടയിലാണ് ഈ ട്രക്കിങ്ങിന് പോയ സംഘത്തിന് നേരെ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഒരാൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ആ പരിക്കേറ്റ ആളുടെ നില എങ്ങനെയാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു വിവരവും ഇതുവരെയും ലഭ്യമായിട്ടില്ല. നിലവിൽ വാഴച്ചാൽ DFOയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ റെസ്ക്യൂ പ്രവർത്തനത്തിന് വേണ്ടി പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒടുവിലത്തെ വിവരം. അതായത് DFO തന്നെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ കാരാന്തോട് മേഖലയിൽ എത്തിയാൽ അവിടെ നിന്ന് ഇപ്പോൾ ഇവർ ഉള്ള മേഖലയിലേക്ക് ഒരു കാരണവശാലും ഈ വാഹനത്തിൽ പോകാൻ കഴിയില്ല, നടന്നു തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ നീളുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്, ഈ സാധാരണ ഇത്തരത്തിൽ ട്രെക്കിംഗ് സംഘങ്ങൾ പോകുമ്പോൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ടാകുമല്ലോ, അവർ ആവശ്യമായ മുൻകരുതലൊക്കെ സ്വീകരിക്കാറുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ആനയുടെ സാന്നിധ്യം നേരത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണോ സൂരജ്? ഉന്മേഷ്, ഈ സംഘം പുറപ്പെടുമ്പോൾ വനംവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ, അത് ആയുധധാരിയായ ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടാകും. ഇന്നും അത്തരത്തിൽ വനംവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ കാടിനെ കുറിച്ച് അറിയാവുന്ന പ്രാദേശികമായുള്ള ഒരു വാച്ചർ കൂടി ഇവരോടൊപ്പം ചേരാറുണ്ട്. അങ്ങനെ 2 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ട്രക്കിംഗ് പലപ്പോഴും നടത്തുന്നത്. ഇന്നും അത്തരത്തിൽ തന്നെയാണ്. രാവിലെ പുറപ്പെട്ട ആദ്യ സംഘമാണ്. 7 പേരായിരുന്നു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 ഉദ്യോഗസ്ഥരടക്കം 9 പേരുടെ സംഘം ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. ആ യാത്ര തിരിച്ച് അവർ ഈ കാരാന്തോട് മേഖലയിൽ ജീപ്പ് നിർത്തിയതിനു ശേഷമാണ് ഈ കാരാന്തോട് നിന്ന് അവർ പിന്നീട് നടന്ന് ഈ ഉൾവനത്തിലൂടെ നടന്ന് പോകുന്നത്. അവിടെ ഇവർക്കൊരു ചെറിയ ക്യാമ്പ് ഓഫീസ് ഉണ്ട്. ആ ക്യാമ്പ് ഓഫീസിൽ എത്തിയതിനു ശേഷം തിരികെ വരുന്നതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്നുള്ളത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാഴച്ചാൽ DFOയുമായി നമ്മൾ ബന്ധപ്പെട്ട് സംസാരിച്ചതാണ്. ഒരാൾക്ക് പരിക്കേറ്റു. ആ പരിക്കേറ്റ ആളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ആനയെ കണ്ടതോടുകൂടി ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ പലരും പല ഭാഗത്തേക്ക് പേടിച്ചോടി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിനിടയിലാണ് ഈ ഒരാൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. പരിക്ക് എത്രമാത്രം ഗുരുതരമാണെന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അറിവായി വരുന്നുള്ളൂ. എന്തായാലും DFOയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഇപ്പോൾ ഈ കാടിനകത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ശരി. ട്രെക്കിംഗ് സംഘത്തിന് നേരെയാണ് വാഴച്ചാലിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.